നമ്മളിന്ന് ഗുരുവായൂർ പോവുകയാണ്. KSRTC പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഡാഡി മമ്മിയുണ്ട്, അവിടെ പാപ്പ ചേച്ചി എല്ലാവരും. പക്ഷേ ഞാൻ പറയണത് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ ഗുരുവായൂർ പോവുകയാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ടൈം കിട്ടിയില്ല, മറന്നുപോയി. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോയി അവിടെ എത്തണ വരെയുള്ള ബാക്കി അങ്ങനെ നമ്മൾ ഗുരുവായൂർ സ്റ്റാൻഡിലെത്തിയിരിക്കുന്നു. അമ്മ, വല്യമ്മ എല്ലാവരും ഇറങ്ങടി. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ലോഡ്ജിലെത്തി, ഫ്രഷായി. ഇനി നമ്മൾ വൈകുന്നേരം ദർശനത്തിന് പോകാൻ റെഡിയാവുകയാണ്. അപ്പോൾ ഞങ്ങൾ റെഡിയായി. ഞങ്ങളുടെ കോസ്റ്റ്യൂമിലാണ്, ഈ ഷർട്ടും ഉള്ളതാണ്. ഓക്കെ, അവരെല്ലാവരും റെഡി ആവണേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോകും. അവിടെ മൊബൈൽ അലോഡല്ല. അപ്പോൾ നമുക്ക് ഇന്ന് അവിട്ടമാണ്. അപ്പോൾ ഫ്രണ്ടിൽ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടാവും. നമ്മൾ അതൊക്കെ കാണിച്ചു തരാം. ആൻഡ് ക്ലോക്ക് റൂമിൽ കൊടുക്കുന്ന മൊബൈൽ, അത് കഴിഞ്ഞിട്ടുള്ള വിഷ്വൽസും പിന്നെ വൈകുന്നേരം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഗുരുവായൂർ നട. സോ അതൊക്കെ നമുക്ക് കാണാം. ചിരിക്കേ, കണ്ടല്ലേ, കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഐലൈനർ എഴുതിയിരിക്കും. അപ്പോ പോവാ, വാ എനിക്ക് വാ പോവാ. അപ്പു പോയി, കേറിക്കോ കുഞ്ഞിപ്പെണ്ണെ, നടക്ക്. അങ്ങനെ ഞങ്ങൾ നടയിലെത്തി. എന്ത്? ആ വാ. എന്താ അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. പാപ്പേ വളകാട്ട്. ഐ ഇങ്ങനെ ആ അപ്പു മല പോവാ. ഓക്കെ, നടന്നോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? നമ്മൾ വൈകുന്നേരം ദർശനം കിട്ടുമെന്ന് പറഞ്ഞാൽ വന്നു. പക്ഷേ 9 മണിക്ക് നട അടയ്ക്കുന്നത് കൊണ്ട് 7:30 തന്നെ ഇവിടെ ക്ലോസ് ചെയ്ത് കഴിച്ചു. ഇനിയിപ്പോൾ 3 മണിക്ക് നിർമാല്യം തൊഴുതാം. ഓക്കെ,
കുഞ്ഞുണ്ണൂരി കുഞ്ഞുണ്ണി. കോയിൻ കോയിൻ പാപ്പച്ചി. സമയം ഇപ്പോൾ 11 മണി കഴിഞ്ഞു. നമ്മളിവിടെ വെയിറ്റിങ്ങിലാണ്. 3 മണിക്കാണ് ദർശനം. ഇവിടെ നിന്ന് നോക്കിയാൽ കറക്റ്റായിട്ട് അവിടെ സ്റ്റേജിൽ പരിപാടി നടക്കുന്നതാണ്. അപ്പം അതും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അച്ഛനൊക്കെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. ഉറക്കം പോയി. ഇനിയിപ്പോൾ പുലർച്ച വരെ എങ്ങനെ ഇരിക്കുക. ആ ഉള്ളിൽ പോയിട്ട് ദൈവത്തിന് ഫോട്ടോ എടുത്താലോ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ദർശനം കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പം സമയം 4:20 ഇനി 21 ഇനി നമ്മൾ നേരെ റൂമിൽ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി മമ്മിയൂര് പോകണം. അങ്ങനെ കുറച്ച് പരിപാടികൾ. നമ്മളങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. സമയം ഇപ്പോൾ ഏകദേശം എത്രയാടാ അറിയാം. സമയം ഇപ്പോൾ 5 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ രാവിലെ എണിച്ചു. അല്ല, ഞങ്ങൾ റൂമിൽ എത്തുമ്പോൾ 5:45 ഇപ്പോൾ സമയം 9:30 ആവണം. എന്താ പുറത്ത് നല്ല മഴയാണ് ഗൈസ്. എന്താ കാണുന്നുണ്ടോ? എന്താ ഹലോ. ഇനി അന്നദാനത്തിന് പോകണം. ഗോൾഡൻ മല അന്നദാനത്തിന് പോകണമെന്നുണ്ട്. പക്ഷേ ഈ മഴ കാരണം നമുക്ക് അമ്പലത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. നോക്കാം. കണ്ടോ, ഫുൾ മഴയാണ് ഗൈസ്. മഴ മഴ മഴ. രാവിലെ തന്നെ നല്ല മഴ. ഇന്നലെ വൈകുന്നേരം രാത്രിയിലത്തെ ഒരു 9 മണി വരെ നട തുറന്ന് വയ്ക്കുമല്ലോ. അപ്പോൾ ദർശനം കാണാൻ പറഞ്ഞിട്ടാണ് പോയി വരുന്നത്. പക്ഷെ നമുക്ക് ദർശനം കിട്ടിയത് 3 മണി 3:15 ഫുൾ ഉറക്കം പോയി. അത് കഴിഞ്ഞ് ഒരു 4:30 മമ്മിയൂര് പോയി. അവിടെ നിന്ന് 5:30 ഇറങ്ങിയത്. ഇന്നലെ ഫുൾ ശിവരാത്രി ആയിരുന്നു അല്ലേ അപ്പൂസേ? എന്നിട്ട് ഇവിടെ വന്ന് ഞങ്ങൾ 5:45 6 മണീൻ്റെ ആ ടൈമിൽ വന്ന് കിടന്നിട്ട് ഇതാ ഇപ്പോൾ 8 മണി 8:30 എണിച്ചു. ഫ്രഷായിട്ടില്ല ആവണം. പക്ഷെ എന്നെ കണ്ട പറയുന്നില്ലേ കുളിച്ച പോലെ ഡ്രസ്സൊക്കെ മാറ്റി. ചെക്കനൊക്കെ ഇവൻ കുളിച്ചോട്ടാ. ഇവൻ മാത്രമേ കുളിച്ചോളൂ. എന്താണ് കൊച്ചതിൻ്റെ റീസൺ പറ? വേണ്ട, അത് പ്രൈവസിയാണ്. ഓക്കെ, അപ്പോൾ ഇനി നേരെ നമ്മൾ അമ്പലത്തിൽ പോകണം. ഉച്ചയ്ക്ക് അന്നദാനമുണ്ട്. മഴ കഴിഞ്ഞിട്ട് പോകണമെന്ന് വിചാരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യും. 2 മണി വരെ നമുക്ക് റൂമുള്ളൂ. എന്താ സംതിങ് 2 മണി വരെ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യുന്നു. നേരെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ സെറ്റായിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റായി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. ബൈ പറ.